ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. അതെ, നമ്മൾ ആ തമ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷത്തെ SSLC റിസൾട്ടിൽ ഈ വർഷം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ SSLCയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളോടല്ല പറയാനുള്ളത്. നിങ്ങൾക്ക് ശേഷം ഇപ്പോൾ 9ാം ക്ലാസ് പാസ് ചെയ്ത് 10ലേക്ക് കയറിയിട്ടില്ല ആ മക്കളോടാണ്. നിങ്ങളുടെ A+കളുടെ എണ്ണം കുറവായിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത് ടെക്സ്റ്റ് ബുക്കിലെ വലിയ മാറ്റം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ വലിയ മാറ്റം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു പുതിയ സിലബസ് പഠിക്കുന്ന സമയത്ത് ആ ഒരു പുതിയ സിലബസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തതിനാൽ തന്നെ മേ ബി നമുക്ക് ടഫായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് ആ A+കളുടെ എണ്ണം കുറയുന്നത് ഒരു പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മക്കൾക്ക് അത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങളെപ്പോലെയുള്ള മക്കൾക്ക് അത് നല്ല കാര്യമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മക്കളെ നാട്ടിൽ മൊത്തം A+കൾ വരുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവർക്കും നമ്മുടെ സ്കൂളുകളിൽ A+ കിട്ടുന്ന സമയത്ത് നമുക്ക് ഫുൾ A+ കിട്ടുന്നതിനാണോ, അതിന് പകരമായിട്ട് A+കളുടെ എണ്ണം കുറഞ്ഞ സമയത്ത് നമുക്ക് ഫുൾ A+ കിട്ടുമ്പോഴാണോ നമുക്ക് ഒന്നും കൂടെ വാല്യൂ ഉണ്ടായിരിക്കുക, ഒന്നും കൂടെ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ല എങ്കിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചതിനുള്ള ഫലം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അപ്പോഴായിരിക്കില്ലേ? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ അസ്ട്രാബേച്ചൊക്കെ അതിനുവേണ്ടി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ചാപ്റ്റേഴ്സുകളൊക്കെ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എടുക്കുന്ന ജോഗ്രഫിയിൽ തന്നെയാണെന്നുണ്ട്. ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം പകുതിയിലേക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, A+കളുടെ എണ്ണം കുറയുമോ കൂടുമോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ ആകരുത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ ആകരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമാകരുത്. പകരം നമ്മളെ ബാധിക്കുന്ന കാര്യം, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, നമുക്ക് ആ ടോപ്പിക്കുകൾ മനസ്സിലായിട്ടുണ്ടോ, നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴേ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ A+കൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഒരിക്കലും A+ മിസ്സാവാൻ ഈ ഒരു കാരണവും നിങ്ങളെ ബാധിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അസ്ട്രാ ബാച്ച് ഉണ്ടല്ലോ, അസ്ട്രാ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്തോ. നമ്മുടെ അസ്ട്രാ ബാച്ചൊക്കെ ക്ലോസ് ചെയ്യാൻ പോകുകയാണ്. നമ്മുടെ ചാപ്റ്റേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, മറ്റെല്ലാ സബ്ജക്റ്റുകളും ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനിയും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഏറ്റവും അവസാനം പഠിക്കാമെന്ന് കരുതിയാൽ അത് ഈ കൊല്ലം നടന്നുകൊള്ളുന്നില്ല. ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. സോ ജോയിൻ ചെയ്യുന്ന മക്കൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തോ. നമുക്കവിടെ അടിപൊളിയായിട്ട് സാവധാനം ഓരോ ടോപ്പിക്കുകളും മനസ്സിലാക്കി അവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതുന്ന രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാം മക്കളെ. സോ അസ്ട്രാ ബാച്ചിൽ അവിടെ കാണാം.